ഈ ബാറും എക്സൈസും ഒന്നും കേരളത്തിൽ ആദ്യമായിട്ട് ചർച്ചയ്ക്ക് വരുന്നതല്ല. LDFൻ്റെ ഗവൺമെൻറ് വന്ന് അതിൻ്റെ 8 വർഷം പൂർത്തിയാക്കുകയാണ്. ഇതുവരെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉന്നയിക്കപ്പെട്ടതുപോലെ ബാറുകളുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷേപം കേരളത്തിനകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, മുൻ മന്ത്രിമാരായിട്ടുള്ള K. ബാബു, VS ശിവകുമാർ ഇവർക്ക് നേരിട്ട് പോയി കാശ് കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞത് കേരളത്തിലെ മദ്യരാജാക്കന്മാരാണ്. അത് കണ്ടു എന്നുള്ളത് കൃത്യമായ നിലയിൽ തന്നെ ദൃക്സാക്ഷിയായിട്ട് ചേംബർ ഓഫ് ഭാരവാഹി ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. വിജിലൻസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അന്ന് ബാബു രാജിക്കത്ത് കൊടുത്തത് നമുക്കെല്ലാം അറിയാം. ആ രാജിക്കത്ത് ഗവർണർക്ക് കൊടുക്കാതെ ഉമ്മൻചാണ്ടി കൊണ്ടു നടന്നത് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. എന്നിട്ട് അതെല്ലാം നടത്തിയ കോൺഗ്രസിൻ്റെ ആളുകൾ ഇപ്പോൾ ഏതോ ഒരാൾ ഒരു ശബ്ദ സന്ദേശം വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്തൊരു കോലാഹലമാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നടന്നിരിക്കുന്ന പ്രചരണം എന്താ? ഈ വരുന്ന സെപ്റ്റംബർ മാസം മുതൽ റെസ്റ്റോറൻറ്റിൽ മദ്യം വിളമ്പും, അതുപോലെ ബാറുകളിൽ കള്ള് വിൽക്കും, ഡ്രൈ ഡേ പിൻവലിക്കും, ബാറുകളുടെ സമയം കൂട്ടും, മദ്യനയം മാറ്റും. ഇതിനെല്ലാം സംബന്ധിച്ച് ആധികാരികമായിട്ട് പറയേണ്ടത് ആരാ? ആധികാരികമായിട്ട് പറയേണ്ടത് കേരളത്തിലെ എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഇതിലൊന്നും ഒരു വസ്തുതയുമില്ല, ഈ പറയുന്ന ഒരു കാര്യവും ആലോചിച്ചിട്ടേ ഇല്ല. കേരളം ഭരിക്കുന്ന LDF ആണല്ലോ, LDF നയിക്കുന്നത് CPM ആണ്. മദ്യനയം തീരുമാനിക്കുന്നത് LDF ചർച്ച ചെയ്തിട്ടാണ്. ചർച്ച ആരംഭിച്ചിട്ടേ അങ്ങനെയല്ല. ചർച്ചകൾ നടന്നിട്ടുണ്ട്, മന്ത്രിതല ചർച്ചകൾ നടന്നിട്ടില്ല. പക്ഷേ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു ശുപാർശ മുന്നോട്ട് വെച്ചു. ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഈ പറയുന്ന മദ്യ മുതലാളിമാരും തമ്മിൽ ഓൺലൈനായിട്ടുള്ള യോഗങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ശുപാർശ എന്ന നിലയിൽ മന്ത്രി റിയാസ് കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെക്കണം എന്ന ഇടത്താണ് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ? പ്രതിപക്ഷത്തിന് 2 മന്ത്രിമാർ മാത്രമല്ലല്ലോ. ഈ ഗവൺമെൻറ് രാജിവെക്കണം എന്ന് അവർ പറയാൻ തുടങ്ങിയൊരു കാലപത്രയായി. അത് അവരുടെ ഒരു ആഗ്രഹമാണ്. അവർക്ക് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അധികാരത്തിലേക്ക് വരുന്ന മന്ത്രിമാർ ഉൾപ്പെടെ തീരുമാനിച്ച പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അവർക്ക് പ്രയാസം ഉണ്ടാവും. ഇവിടെ നിങ്ങൾ പരിശോധിക്കേണ്ടത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നടന്ന കാര്യം. നടന്നിപ്പോൾ കഴിഞ്ഞൊരു മാസക്കാലമായി 2 ആഴ്ചയിലേറെയായിട്ട് മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരവേല നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നടന്നിരിക്കുന്ന ഗൂഢാലോചനയാണ്. ഈ പറയുന്ന ഗൂഢാലോചനയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഗവൺമെൻറ് കേരളത്തിലെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഇവിടെ പോലീസ് മേധാവിക്ക് ഈ കാര്യം സംബന്ധിച്ച് പരാതി കൊടുത്ത എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ വ്യാജ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അക്കാര്യം അന്വേഷിക്കണം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത്ര സംശുദ്ധമായ നിലക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തൊരു ഗവൺമെൻറ് ഈ കേരളത്തിലെ ചരിത്രത്തിൽ വേറെ ഏതാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾക്ക് അധികാര കസേരയുള്ള താല്പര്യം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കെല്ലാം മനസ്സിലാവും. ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ 8 കൊല്ലക്കാലമായിട്ട് LDF നടപ്പാക്കുന്ന ഏതെങ്കിലും ഒരു നല്ല നയത്തെ പിന്തുണച്ചു വന്ന് UDF പറയാൻ കഴിയുമോ? എന്തെങ്കിലും കുറ്റം കണ്ടെത്തി എതിർക്കുക എന്നുള്ളതാണല്ലോ സ്ഥിരമായിട്ട് അവരുടെ ഏർപ്പാട്. കാര്യങ്ങൾ ഉണ്ടാക്കുക, ഒരു പറ്റ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെ താറടിച്ച് കാണിക്കാൻ ആലോചിക്കാത്ത മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും തീരുമാനമെടുക്കാത്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളുടെ മാത്രമല്ല, ഇപ്പോ ഒരു സംഘടനയുടെ ആളാണല്ലോ ഈ കാര്യം പറഞ്ഞത്. ആ പറഞ്ഞത് ഉടനെ തന്നെ അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ പറയുന്ന 7:30 ഞാൻ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് അനിമോന്റെ ഒരു സന്ദേശം വന്നല്ലോ. അതോടുകൂടി ഇന്നലെ ബാർ മുതലാളിമാരുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞ കാര്യം വിശ്വസനീയമല്ലാതായി പോവുകയാണ് മാഷെ സംഭവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന്. ഒരു നിമിഷം മാഷ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അനിമോൻ പറയുന്നു, ബാർ മുതലാളിമാർ ഇന്നലെ വരെ പറഞ്ഞത് അവരുടെ സംഘടനയ്ക്കുള്ളിൽ അടച്ചിട്ട മുറിയിലെടുത്ത തീരുമാനം ഞങ്ങൾ ഇതാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അതിലൊരു വിശ്വസനീയതയുണ്ട്. പക്ഷെ കേരള സമൂഹം മുഴുവൻ കേട്ട ഒരു ഓഡിയോ സന്ദേശം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കെട്ടിടം കെട്ടുന്നതുമായി ബന്ധപ്പെട്ട പിരിവിന്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് അവരുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. അതെന്താ, നമ്മൾക്ക് പൊട്ടന്മാരാണോ? നമുക്ക് ചെവി കേൾക്കാനും കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയില്ലേ? ഇന്നലെ കേട്ടൊരു കാര്യം അവർ അങ്ങനെ തന്നെ റദ്ദു ചെയ്യുന്നു. അപ്പൊ അവർ ഇന്നലെ റദ്ദു ചെയ്ത കാര്യത്തിന് എന്ത് വിശ്വസനീയത ബാക്കിയുണ്ട്? അല്ല, അത് അവരോട് ചോദിക്കണം. ഇവിടെ ഗവൺമെന്റ് അവരോട് ചോദിക്കണം സംഘടനാ നേതൃത്വം തിരിച്ചു പറഞ്ഞല്ലെന്നാണല്ലോ. അവരെ നിങ്ങൾ അധികരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാഷോടത് പറഞ്ഞത്. അല്ല, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോ അനി പറഞ്ഞിരിക്കുന്ന കാര്യം ഉൾപ്പെടെ ഉള്ളതിൽ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. ആരായിരിക്കും ഗൂഢാലോചന?
ഈ കേരളത്തിൽ LDF-നെതിരായിട്ട് ആരാ ഗൂഢാലോചന നടത്തുക എന്നുള്ളത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. മാഷൊന്ന് ഒരു പറയൂ, ഗൂഢാലോചന ആരാണ് ഉണ്ടായിട്ടുണ്ട്. ഗൂഢാലോചന നടത്തിയത്? ഈ പറയുന്ന കാര്യം ഉണ്ടാക്കുന്നതിൽ പരിശോധിക്കണം, അന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, മാഷ്ക്ക് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തില് സംശയലേശമന്യേ മാഷ് കുറവുണ്ടെങ്കിൽ പറയൂ, ആരാണ് ആ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്? ഒരുപറ്റം മാധ്യമങ്ങളും അതുപോലെ കേരളത്തിലെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും UDF-ഉമാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആർക്കറിയാത്തത്? ഓക്കെ.